ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് ജനറൽ സർവീസായിട്ടെന്ന് പറഞ്ഞാണ്. അതിനകത്ത് കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞത് സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. കിക്കർ അടിക്ക് സ്റ്റാർട്ട് ആവാനായിട്ട് ബുദ്ധിമുട്ട് പറഞ്ഞിട്ടുണ്ട്. ഓയിൽ ചെക്ക് ചെയ്തിട്ട് കംപ്ലൈൻ്റ് ആണെങ്കിൽ മാറ്റാം. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ, സീറ്റ് കവർ മാറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ആ അമ്മാതിരി വർക്കൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാനായിട്ടും ജനറൽ സർവീസിന് വേണ്ടിയിട്ട് നമ്മളതിൻ്റെ വണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ബാക്കിലെ ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. ബാക്ക് വീലും കൂടി നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യുക. കാരണം ഇപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ച് നിർത്തിയാകൊണ്ടാണ് ബാക്ക് വീൽ അഴിക്കാതെ. അതിന് ശേഷം നമ്മൾ ഇതും കൂടി അഴിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ എൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചൊക്കെയുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നല്ല ഫിൽറ്ററാണ്. ഹോണ്ടയുടെ കമ്പനി ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിനകത്തായാലും ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിത് CVT ക്ലച്ചാണ്, സ്കൂട്ടറിന് മാറ്റാം. അപ്പോൾ അതിൻ്റെ ഡ്രൈ ടൈപ്പാണ്. അപ്പോൾ അതിനകത്ത് ഓയിൽ ലീക്കേജോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ അതിൻ്റെ വീലുകൾക്ക് എന്തെങ്കിലും തേമാന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, നോക്കേണ്ടതായിട്ടുണ്ട്, മാറ്റേണ്ട പാർട്സുകൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വണ്ടി ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ജനറൽ സർവീസ് ഉൾപ്പെടുത്തി അയക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഓയിൽ സീലോ കാര്യങ്ങൾ ലീക്കേജോ ഒന്നുമില്ല. ഇതതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ, ബോസ് ഡ്രൈവ് എന്ന യൂണിറ്റാണ്. അതിൻ്റെ ആയാലും നോക്കുമ്പോൾ തേമാനൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ. ബാക്കിലത്തെ ക്ലച്ച് പുള്ളി പോലെ വർക്കുകയാണ്. ഈ വീല് നമ്മൾ തുരുമ്പ് കണ്ട കാരണം നമ്മളത് അഴിച്ചു. കാരണം ടൈറ്റൊന്നുമില്ല, പക്ഷേ തുരുമ്പ് കണ്ട കാരണം നമ്മളത് അഴിച്ച് ഗ്രീസിങ് നടത്തുന്നുണ്ട്. ഗ്രീസ് ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. അപ്പോൾ നമുക്കത് ഈ വീലിൻ്റെ ഈ ഹോള് ചെറുതായിട്ട് ഓവലായി തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ്. 70,000 കിലോമീറ്റർ മുകളിൽ ഓടിയേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ഈ പിന്നും റോളറും മാത്രം മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. അപ്പോൾ പിന്നിനും ഈ വീലിനൊക്കെ ഒരേപോലെയാണ് തേമാനം വരാം. അപ്പോൾ നമുക്ക് പിന്ന് മാറ്റിയിടുമ്പോൾ അത്രയും ഞങ്ങൾ കുറേ കൂടി പ്ലേ കുറയും. അപ്പോൾ കുറച്ച് നാൾ കൂടി നമുക്ക് ഇത് തന്നെ ഈ വീലുകൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ പറ്റുമെന്ന് വെച്ചാൽ അത് കിടന്ന ഓവലായിട്ട് ആ വീലിൻ്റെ ഹോള് വലുപ്പം വന്ന് പോകും. ഓവലായി കഴിയുമ്പോഴത്തേക്കും പിന്നീട് ക്ലച്ചിൽ നിന്ന് ഒരുപാട് പ്രോബ്ലംസ്, കംപ്ലയിൻറ്റ്, അങ്ങനെ പല പ്രശ്നങ്ങളും അതിനകത്തുനിന്ന് വരും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ആ റോളർ പിന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് കൈയോടെ മാറ്റി റീസെറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കണുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കമ്പനി ബെൽറ്റ് തന്നെയാണ് കിടക്കുന്നത്. ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്. പുതിയ ബെൽറ്റാണ് കേട്ടോ, പഴക്കമൊന്നും ആയിട്ടില്ല. അപ്പോൾ അത് തുടച്ച് ക്ലീനൊക്കെ ആക്കി റീസെറ്റ് ചെയ്യാം. കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം. ക്ലച്ചിനകത്ത് അതൊക്കെ ഉള്ളൂ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് ആ പിന്നും റോളറുകളൊന്നും മാറ്റിയിടാം. ഏകദേശം രണ്ടും കൂടി വരുമ്പോൾ 100 രൂപ താഴേക്ക് വരുള്ളൂ. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ കാർബേറ്ററിൻ്റെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട് വണ്ടിക്ക്. അപ്പോൾ നമ്മൾ കാർബേറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാനായിട്ട് അയച്ചാണ്. അപ്പോൾ നിലവിൽ ശരിക്കും ആ കംപ്ലയിൻറ്റ് കാണിച്ചുകൊണ്ടിരുന്നത് കാർബേറ്ററിനകത്ത് ഈ നീഡിൽ, അതായത് ഇവിടെ ഫ്ലോട്ട് വാൽവിൻ്റെ ഭാഗം ഫുൾ ടൈറ്റായിട്ട് ഇരിക്കാറുണ്ട്. ഇത് ഓവർഫ്ലോൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് ഇവിടെ ഈ സൈഡിൽ ഷിമ്മൊക്കെ വെച്ചിട്ടാണ് പിടിപ്പിച്ചത്. വീഡിയോയിൽ കൃത്യമായിട്ട് മനസ്സിലാവുമെന്നറിയില്ല ഈ ഭാഗത്തൊക്കെ. അപ്പോൾ അത് ഇടയ്ക്ക് ജാമായി പോണതാണ് മെയിനായിട്ട് വന്ന പ്രശ്നം. പിന്നെ അതേപോലെ തന്നെ സ്ലോ ജെറ്റൊക്കെ ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 77,000 കിലോമീറ്റർ ഓടിക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം കാർബേറ്ററിൻ്റെ ഒരു ലൈഫിലേക്ക് എത്തിയിട്ടുണ്ട്. പറയാൻ കാരണം എന്താ വെച്ചാൽ ഓവർഫ്ലോൻ്റെ പ്രസൻസ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം. ഓവർഫ്ലോ അല്ലെങ്കിൽ മിസ്സിങ് കംപ്ലയിൻറ്റ് എന്തെങ്കിലും കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നാളെ ഒരിക്കൽ ആ കംപ്ലയിൻറ്റ് ഇല്ലാതിരിക്കണമെങ്കിൽ, പിന്നീട് ഇനിയിപ്പോൾ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരുന്ന കംപ്ലയിൻറ്റ് ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാർബേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ തൽക്കാലം അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കംപ്ലയിൻറ്റ് മാറും. പക്ഷേ എന്നാൽ പോലും നമ്മളിവിടെ നോക്കുന്ന സമയത്തുണ്ടല്ലോ, ഇത് ഒരു അലുമിനിയം ഷിമ്മൊക്കെ വെച്ചിട്ടാണ് ഇത് പിടിപ്പിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് 100% കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ കാർബേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ആ ഒരു തലവേദന ബന്ധപ്പെട്ട് പിന്നെ അതിൻ്റെ പിന്നാലെ നിൽക്കേണ്ട ആവശ്യമില്ല. ഏകദേശം നമുക്ക് തോന്നുന്നു 3,000 രൂപ സിസ്റ്റം ഉണ്ട് കാർബേറ്ററിൻ്റെ റേറ്റ്. അപ്പം കാർബേറ്റർ മാറ്റാനായിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പറയുകയാണെങ്കിൽ അതനുസരിച്ച് അതിന് എത്ര കോസ്റ്റ് വരുന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ തന്നെ സെൻഡ് ചെയ്തിടാം കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ ക്ലീൻ ചെയ്തിടാം. പക്ഷേ ഓവർഫ്ലോൻ്റെ പ്രോബ്ലംസൊക്കെ ഉണ്ടാവാനായിട്ടും ഈ കാണിച്ച കംപ്ലയിൻ്റൊക്കെ റിപ്പീറ്റ് വരാനും സാധ്യത വളരെ ഹൈ ആണ്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഭാഗമൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. മൺകാണ്ട് ഇവിടെയൊക്കെ പൊട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ, ഫൈബറാണ്. ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ വരാം. അപ്പോൾ അത് ചെറിയൊരു ടൈറ്റൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സർവീസിനകത്ത് ഓൾറെഡി അതൊക്കെ ഗ്രീസിങ് ഉള്ളതാണ്. ക്ലച്ച് ഗ്രീസിങ് സർവീസിലുള്ളതാണ്. അതേപോലെ തന്നെ ബുഷ് ഗ്രീസിങ് കാര്യങ്ങളൊക്കെ സർവീസിലുള്ളതാണ്. അപ്പോൾ അതും കൂടി നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ സെൽഫിൻ്റെ ഒരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ബാറ്ററി ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ വണ്ടി നോക്കുന്ന സമയത്ത് നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി എക്സ്റ്റേണ്ട ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ വോൾട്ട് വളരെ ഇതായിട്ടാണ് 6.75 ഒക്കെ ഉള്ളൂ. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ ബാറ്ററി കംപ്ലയിൻ്റ് ആണുള്ളത്. അപ്പോൾ ബാറ്ററി മാറ്റി വെച്ചാലാണ് സെൽഫിൻ്റെ പ്രോബ്ലമൊക്കെ സോൾവ് ആവുള്ളൂ കേട്ടോ.
ബാറ്ററി ഇപ്പോൾ നമ്മളിപ്പോൾ ടെസ്റ്റിലേക്ക് കൊടുത്താൽ പോലും അത് ലോഡ് എടുക്കാനുള്ള വോൾട്ട് പോലും ഇതിനകത്ത് കാണിക്കണില്ല. അപ്പോൾ സെൽഫ് കംപ്ലൈൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റി പുതിയത് വെക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഒക്കെ ഒന്ന് വെച്ച് ക്ലീൻ ചെയ്തിട്ട് മതി. എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്ലഗ് മാറ്റിയാൽ മതി. ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അപ്പോൾ ഇത്രയും വർക്കാണ് മെയിനായിട്ട് നമുക്ക് വണ്ടിയുമായി ബന്ധപ്പെട്ട് വന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ജനറൽ സർവീസിനകത്ത് വന്ന വർക്കുകളാണ് ഒട്ടുമിക്കതും. കാർബറേറ്റർ ക്ലീനിങ് ജനറൽ സർവീസിൽ വന്നല്ല, അത് അതിന് അഡീഷണൽ പുറമെ വന്ന വർക്കാണ്. കാർബറേറ്റർ അസംബ്ലി മാറ്റാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ ഉൾപ്പെടുത്തി തന്നെ പോകാം. പക്ഷേ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് അതിന് ക്ലീനർ കാര്യങ്ങളൊക്കെ അഡീഷണൽ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തെങ്കിലും വീഡിയോ ഒന്ന് കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ബാറ്ററി നമുക്ക് കംപ്ലയിൻ്റ് ഉണ്ട്, കാർബറേറ്റർ കംപ്ലയിൻ്റ് ഉണ്ട്. കാർബറേറ്ററിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യതയാണ്. നാളെ ഒരിക്കൽ കംപ്ലയിൻ്റ് ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ കാർബറേറ്റർ മാറ്റി വയ്ക്കണം. ബാറ്ററിയുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ സെൽഫ് ഓൾറെഡി വർക്കിംഗ് അല്ല. സെൽഫ് എടുക്കണമെന്നുണ്ടെങ്കിൽ ബാറ്ററി വെച്ചാലാണ് സെൽഫ് എടുക്കുകയുള്ളൂ. അതൊക്കെയാണ് മെയിനായിട്ടുള്ള. ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എത്ര കോസ്റ്റ് വരും, നമുക്ക് ബാറ്ററിയും കാർബറേറ്ററൊക്കെ മാറ്റുന്നുണ്ടെങ്കിൽ അതടക്കം എത്ര എസ്റ്റിമേറ്റ് വരും എന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. ഞാൻ റിപ്ലൈ കിട്ടിയിട്ട് അതനുസരിച്ചിട്ട് പെർമിഷൻ കിട്ടിയാൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ കൈയോടെ തന്നെ ഒന്ന് പറയാം, അതനുസരിച്ച് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാം.